സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ തമ്മി കലിപ്പ്, നീ എന്നേലും ഫൈറ്റർ, അപ്പൊ എനിക്ക് നിന്നെ അടിക്കണം. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒറ്റയ്ക്ക് ഒന്നും അടിക്കൂല, 5 പിള്ളേരെ വിളിച്ചോണ്ടേ വരും. അല്ല, അതാണ് നമ്മുടെ നാട്ടിലെ, നമ്മുടെ അല്ല ഭൂമിയിൽ എല്ലായിടത്തും ഒരു സ്കീം. അപ്പൊ നിനക്ക് ഫേസ് ചെയ്യേണ്ടത് എന്താണ്? ഒരാളെ അല്ല, 5 പേരെയാണ്. അപ്പൊ മൾട്ടിപ്പിൾ ഒപ്പോണൻസ് പ്രശ്നം. ചിലപ്പോ അവന്റെ ആയുധം ഉണ്ടാവും, ഇല്ലാവും, പക്ഷെ ഒന്നിൽ കൂടുതൽ ഒരാൾ വരും. മനസ്സിലായല്ലോ? അപ്പൊ ഏത് മാർഷൽ ആർട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്? കരാട്ടെ, കുംഫു, ടൈക്കോണ്ടോ, കളരിപ്പയറ്റ്, വിങ് ചുങ്, അങ്ങനെ ബോക്സിങ്, MMA, കിക്ക് ബോക്സിങ്, ക്രാവ് മാഗ, എല്ലാ പല സാധനങ്ങളും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇത്രയും നാളും ഭൂമിയിൽ തെളിയിക്കപ്പെട്ട ഒരേ ഒരു മാർഷൽ ആർട്ടേ ഉള്ളൂ ഇതിൽ നടക്കുന്നത്. അതിനെയാണ് നമ്മൾ ബോക്സിങ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ക്രാവ് മാഗയാണ് പഠിപ്പിക്കുന്നത്. എന്നാലും നമ്മൾ ഓപ്പൺ ആയിട്ട് പറയണമല്ലോ, ബോക്സിങ് മാത്രമേ ഉള്ളൂ ഒന്നിൽ കൂടുതൽ എതിരാളികൾ വന്നിട്ടുള്ളപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ തെളിവ് എവിടെ? CCTV ഫുട്ടേജ് മൂലം കിട്ടിയ വീഡിയോസ് യൂട്യൂബിൽ ലക്ഷക്കണക്കിനുണ്ട്. മനസ്സിലായി? അപ്പൊ പല ആൾക്കാരും പറയും കരാട്ടെ നടക്കും, കുംഫു നടക്കും, ക്രാവ് മാഗ നടക്കും. എവിടാ നടക്കുന്നത്? പക്ഷെ നടക്കും എന്ന് പറയുന്നത് ഓക്കെ, എന്തെങ്കിലും തെളിവ് വേണം. അപ്പൊ ഒരു സാധനം നടക്കോ ഇല്ലയോ എന്ന് പറയുന്നതിന് എന്തെങ്കിലും ഒരു തെളിവോ എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം. അല്ലാതെ ഇത് നടക്കും അത് നടക്കും നമുക്ക് വെറുതെ വായുവിലൊക്കെ പറയാം. പക്ഷെ ശരിക്കും മൾട്ടിപ്പിൾ ഒപ്പോണൻസ് നടക്കുമ്പോൾ ബോക്സിംഗ് ആണ് നടക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അതിന് കിക്കിങ്ങും വേറൊന്നുമില്ല. അവൻ അറിയാവുന്ന ആപ്പാട് 5-6 പഞ്ചാണ്. അതവൻ ഭയങ്കര എക്സ്പെർട്ട് ആയിരിക്കും. അപ്പൊ ഒന്ന് വരുമ്പോ അടിക്കുന്നു അടുത്ത അങ്ങനെ ഓരോരുത്തരെ അടിക്കുന്നു, വീഴുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പരിക്ക് പറ്റുന്നു, ഫൈറ്റ് ഓവർ.